അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2025 ഓസ്കാർ വേദിയിൽ പലസ്തീനിയൻ ഡോക്യുമെൻ്ററി നോ അതർ ലാൻഡ് തിളങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് മറ്റൊരു സിനിമയാണ്, ക്വ വാഡിസ് ഐഡ അഥവാ വേർ ആർ യു ഗോയിങ് ഐഡ. 1995 ജൂലൈ 11 ബോസ്നിയൻ ഹെർസഗോവിനയിലെ സ്രബ്രണിക്കയിൽ നടന്ന അതിക്രൂരമായ കൂട്ടക്കൊല ചിത്രീകരിച്ച ബോസ്നിയൻ സിനിമ. എന്തായിരുന്നു സ്രബ്രണിക്ക മെസാക്കർ? 1943 രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് സെർബിയ, ക്രൊയേഷ്യ, ബോസ്നിയൻ ഹെർസഗോവിന തുടങ്ങി 6 രാജ്യങ്ങളെ ചേർത്ത് വെച്ച് സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലാവിയ രൂപീകരിക്കപ്പെടുന്നത്. 1980 വരെ യാതൊരുവിധ പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയ രാജ്യം 80കളോടെ വംശീയതയിലൂന്നിയ ദേശീയതയും അവിടെ ഉടലെടുക്കുകയാണ്. 1991 സ്ലൊവേനിയയും ക്രൊയേഷ്യയും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ബോസ്നിയൻ ഹെർസഗോവിന അവരുടെ ജനതയ്ക്കിടയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ഹിതപരിശോധന നടത്തി. 99% ബോസ്നിയൻ ജനത അതിനനുകൂലമായി മറുപടി പറഞ്ഞു. എന്നാൽ ബോസ്നിയയിലെ സെർബ് വംശജർക്ക് ഇതൊട്ടും തൃപ്തികരമായിരുന്നില്ല. ബോസ്നിയയിലെ സെരജാവോ നഗരത്തിലേക്ക് സെർബ് ആർമി അധിനിവേശം നടത്തി. ക്രൂരമായ കൊലപാതകങ്ങൾക്ക്, ക്രൂരമായ പീഡനങ്ങൾക്ക് പിന്നീട് ആ നഗരം സാക്ഷിയായി. പീഡനങ്ങൾ സഹിക്കവയ്യാതെ ബോസ്നിയൻ ജനത സ്രബ്രണിക്ക എന്ന UN സംരക്ഷിത നഗരത്തിലേക്ക് കൂട്ടപ്പലായനം ചെയ്തു. UN സമാധാന സേനയുടെ കാവലിലുള്ള ആ നഗരത്തിൽ തങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന ബോധ്യമായിരുന്നു അവരെ അതിന് നയിച്ചത്. എന്നാൽ സെർബ് ആർമി അവസാനിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു. ബോസ്നിയൻ സെർബ് നേതാവായിരുന്ന റാഡോവിൻ കരോസിച്ചിൻ്റെ ഉത്തരവ് പ്രകാരം സ്രബ്രണിക്കയിലേക്ക് അവർ അധിനിവേശം നടത്തി. UN സമാധാന സേനയുടെ കാവലിലുള്ള ആ നഗരത്തിൽ നിന്നും 8000-ഓളം വരുന്ന ബോസ്നിയൻ മുസ്ലിങ്ങളായ പുരുഷന്മാരെ സെർബ് ആർമി കടത്തിക്കൊണ്ടുപോയി മറ്റൊരിടത്ത് വെച്ച് അതിക്രൂരമായി കൊന്നൊടുക്കി. അവസാനിപ്പിച്ചില്ല. 95 ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിനുള്ളിലായി വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ, ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ആ മൃതദേഹങ്ങളെ മറമാടിയും ക്രൂരത കാട്ടി സെർബ് ആർമി. യഥാർത്ഥത്തിൽ സ്രബ്രണിക്ക മസാക്കറിൻ്റെ ക്രൂരതയെ, തീവ്രതയെ ശക്തമായി വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവരാൻ ക്വ വാഡിസ് ഐഡയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. എന്നാൽ 2020 ഓസ്കാർ വേദിയിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചതോടെ 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ക്രൂരമായ വംശീയ ഉന്മൂലനത്തെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ആ സിനിമയുടെ പ്രത്യേകത.